ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 171 ഭാഗം. വനവാസത്തിനായി പോകുന്ന രാമന്റെയും സീതയുടെയും കൂട്ടത്തിൽ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് ലക്ഷ്മണൻ അപേക്ഷിക്കുകയാണ് ഈ ഭാഗത്ത്. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 31. അതിലാകെ 35 ശ്ലോകങ്ങളാണുള്ളത്. ആദ്യത്തെ 17 ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു അവതരണം അധ്യാത്മരാമായണത്തിൽ ഇല്ല. രാമ-സീതാ സംവാദത്തിൽ സന്നിഹിതനായിരുന്ന ലക്ഷ്മണൻ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന്, വനവാസത്തിനായി കൊണ്ടുപോകണമെന്ന് രാമനോട് ആരായുകയാണ് ഇവിടെ. ഇക്കാര്യത്തിൽ സീതയുടെ സ്ഥാനമൊന്നും ലക്ഷ്മണന് അവകാശപ്പെടാനാവില്ല. ലക്ഷ്മണൻ എന്ന് പറയുന്നത് രാമന്റെ ഒരു സഹോദരൻ മാത്രം. ഭരതനും ശത്രുഘ്നും രാമന്റെ സഹോദരന്മാരാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ചൊരു പരിഗണന ലഭിക്കാൻ ലക്ഷ്മണന് അർഹതയൊന്നുമില്ല. പക്ഷേ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് രാമൻ 161 ഭാഗത്ത് പറയുന്നുണ്ട്, ഭരതനും ശത്രുഘ്നും തൻ്റെ പ്രാണനേക്കാൾ മേലെയാണെന്ന്. ഉഭൗ ഭരത ശത്രുഘ്നൗ പ്രാണൈഹി പ്രിയതരൗ മമ എന്നാണ് പറഞ്ഞത്. അതിലേതായാലും ലക്ഷ്മണനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ലക്ഷ്മണന്റെ സ്ഥാനം എന്തുവാ? അദ്ദേഹം പ്രാണസമൻ എന്നാണ് പറയുന്നത്. അതാണ് ഒരു ആശ്വാസം. ലക്ഷ്മണന് രാമനോട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാലോ. ആദ്യം 17 ശ്ലോകങ്ങളും അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനവും. ഏവം ശ്രുത്വാ തു സംവാദം ലക്ഷ്മണപൂർവമാഗതഃ ബാഷ്പപര്യാകുലമുഖ ശോകം സോഢുമശക്നുവൻ സമ്രാദുശ്ചരണൗ ഗാഢം നിപീഡ്യ രഘുനന്ദനഃ സീതാമുവാചാദിയശ രാഘവം ച മഹാവ്രതം യദി ഗന്ധും കൃതാ ബുദ്ധി വനം മൃഗഗജായുധം അഹം ത്വാനുഗമിഷ്യാമി വനമഗ്രേ ധനുർധര മയാ സമീതോരണ്യാനി ബഹൂനി വിചരിഷ്യസി പക്ഷിഭിർമൃഗയൂഥൈശ്ച സങ്കുഷ്ടാനി സമന്തദഃ ന ദേവലോകാക്രമണം നാമരത്വമഹം വൃണേ ഐശ്വര്യം ബാബിലോകാനാം കാമയേന ത്വയാ വിനാ ഏവം ബ്രുവാണ സൗമിത്രി വനവാസായ നിശ്ചിതഃ രാമേണ ബഹുഭിः സാന്ത്വൈർ നിഷിദ്ധ പുനരബ്രവീത് അനുജ്ഞാതസ്യ ഭവതാ പൂർവമേവ യദസ്മ്യഹം കിമിദാനീം പുനരിദം ക്രിയതേ മേ നിവാരണം യദർത്ഥം പ്രതിഷേധോ മേ ക്രിയതേ ഗന്ധുമിച്ഛദഃ ഏതദിച്ഛാമി വിജ്ഞാതും സംശയോ ഹി മമാനഖ തദോ ബ്രവീൻ മഹാതേജ രാമോ ലക്ഷ്മണമഗ്രത സ്ഥിതം പ്രാഗാമിനം വീരം യാജമാനം കൃതാഞ്ജലിം
സ്നിഗ്ധോ ധർമ്മരതോ വീര തദദം സത്പഥേ സ്ഥിതഃ പ്രിയപ്രാണസമോ വശ്യോ ഭ്രാതാ ചാസി സഖാ ച മേ മയാദ്യ സഹ സൗമിത്രേ ത്വയി ഗച്ഛതി തദ്വനം കോ ഭരിഷ്യതി കൗസല്യാം സുമിത്രാം വാ യശസ്വിനീം അഭിവർഷതി കാമൈര്യ പർജന്യപൃഥിവീമിവ സ കാമപാശപര്യസ്തോ മഹാതേജാ മഹീപതി സാഹി രാജ്യമിദം പ്രാപ്യ നൃപസ്യാശ്വപദേ സുധാ ദുഃഖിതാനാം സപത്നീനാം ന കരിഷ്യതി ശോഭനം ന സ്മരിഷ്യതി കൗസല്യാം സുമിത്രാം ച സുദുഃഖിതാം ഭരതോ രാജ്യമാസാദ്യ കൈകേയ്യാം പര്യവസ്ഥിതഃ താമാര്യാം സ്വയമേവേഹ രാജാനുഗ്രഹണേന വാ സൗമിത്രേ ഭരകൗസല്യാം ഉക്തമർത്ഥമിമം ചര ഏവം മയി ച ദേ ഭക്തി ഭവിഷ്യതി സുദർശിതാ ധർമ്മജ്ഞ ഗുരുപൂജായാം ധർമ്മശ്ചാപ്യതുലോ മഹാൻ ഏവം കുരുഷ്വ സൗമിത്രേ മത്കൃതേ രഘുനന്ദന അസ്മാഭിർവിപ്രഹീനായ മാതുർനോ ന ഭവേ സുഖം പൂർവം ആഗതഃ ലക്ഷ്മണഃ. മുൻപേ തന്നെ അവിടെ സന്നിഹിതനായിരുന്ന ലക്ഷ്മണൻ, നേരത്തെ തന്നെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഏവം സംവാദം ശ്രുത്വാതു, ഈ സീതയും രാമനും തമ്മിലുള്ള സംവാദം, അവർ തമ്മിലുള്ള സംഭാഷണമെല്ലാം കേട്ട് കഴിഞ്ഞ ഉടനെ ബാഷ്പവര്യാകുല മുഖ, സീതയ്ക്ക് ഭയങ്കര കഷ്ടപ്പാടോടുകൂടിയാണ് വനവാസത്തിനായി കൊണ്ടുപോകാമെന്ന് രാമൻ അവസാനം സമ്മതിച്ചത്. അപ്പം തൻ്റെ കാര്യവും കട്ടപ്പുകയായിരിക്കുമെന്ന് ലക്ഷ്മണന് സംശയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. ബാഷ്പവര്യാകുല മുഖ ശോകം സോട്ടും അശക്നുവൻ, ശോകത്തെ സഹിക്കുവാൻ ശക്തനായില്ല. അതിയശാഹ രഘുനന്ദന സ, അതിയശസ്വിയായ രഘുനന്ദനൻ, രഘുപുത്രനായ സ ആര്? ലക്ഷ്മണൻ. പ്രാദുഹു ചരണൗ ഗാഠം നിപീഠ്യ, ഇനി അതേ ഉള്ള മാർഗം, സഹോദരൻ്റെ കാലയിൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് സീതയുടെ സന്നിധിയിൽ വെച്ച് മഹാവ്രതം രാഘവം ചൗവാച, മഹാവ്രതാനുഷ്ഠാനം ചെയ്തിട്ടുള്ള രാഘവനോട് പറഞ്ഞു. ഈ ശ്ലോകത്തെ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ആപേക്ഷികമായിട്ട് വാൽമീകി മഹർഷി ലക്ഷ്മണന്റെ അവകാശവാദത്തിന് ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിക്കുക, ന്യായീകരണം കണ്ടുപിടിക്കുകയാണ്. എന്തവകാശത്താലാണ് ലക്ഷ്മണൻ തന്നെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് രാമനോട് അപേക്ഷിക്കുക? ഒന്ന്, ഭ്രാതുഹു, ഭ്രാതു എന്ന് പറഞ്ഞാൽ ശരണാഗതൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ് രാമന് ഉള്ളത്. പിന്നെ ചരണവും നിബീഠ്യ, താണ് വീണ് അപേക്ഷിക്കുക, കാര്യം സാധിക്കാൻ അതിലേ പറ്റൂ. പിന്നെ അടുത്തത് മഹാവ്രതം, എന്ത് ചോദിച്ചാലും കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള രാമൻ. ഈ മൂന്ന് അടിസ്ഥാനത്തിലാണ് ലക്ഷ്മണൻ തൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത്. മനംഗന്തും ബുദ്ധിഹി കൃതായതി, വനത്തിലേക്ക് പോകുവാനുള്ള തീരുമാനം, തീരുമാനം കൃതായതി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അഹം ധനുർധരഹ, ഞാൻ
ധനുഷ്പാണിയായി ത്വാ അങ്ങയെ മൃഗഗജായുധം വനം, മൃഗങ്ങളും ആനകളും എല്ലാം നിറഞ്ഞ വനത്തിലേക്ക്, അല്ലെങ്കിൽ മാൻപേടകളും ഒക്കെ നിറഞ്ഞ ആ വനത്തിലേക്ക് അഗ്രേ അനുഗമിഷ്യാമി, അങ്ങയുടെ മുമ്പേ തന്നെ വഴിയെല്ലാം കാട്ടിക്കൊണ്ട് ഞാനും വരുന്നുണ്ട്. എങ്ങനെ വേണം ഒരു അനുജൻ ജ്യേഷ്ഠനോട് പെരുമാറുക? പിതേവ പാലയത് പുത്രാൻ ജ്യേഷ്ഠോ ഭ്രാതഗവീയസഹ. ഭ്രാതഗവീയസഹ ഇളയ സഹോദരൻ, ജ്യേഷ്ഠോ ജ്യേഷ്ഠ പുത്രാൻ ജ്യേഷ്ഠപുത്രനെ, പിതേവ പാലയത് പിതാവിനെ പോലെ അനുസരിക്കണം, പിതാവിനെ പോലെ പാലിക്കണം. പക്ഷിഭിഹി മൃഗായുധൈച, പക്ഷികളാലും മൃഗങ്ങളുടെ കൂട്ടത്താലും സമന്തത സംഘുഷ്ടാനി, ചുറ്റുപാടും എവിടെ നിന്നാണേലും ശരി ഘോരമായ ശബ്ദങ്ങൾ നിറഞ്ഞ ബഹൂനി അരണ്യാനി, വലിയ മഹോവനത്തിലേക്ക് മയാസമേത എന്നോടുകൂടി വിചരിഷ്യസി, അങ്ങ് സുഖമായി കാലം കഴിച്ചു കൂട്ടിയാലും. ത്വയാവിന അങ്ങ് ഇല്ലാതെ അഹം ദേവലോക ആക്രമണം അഭി, ഞാൻ ദേവലോകത്തെ വാസം പോലും പ്രണയേന കാക്ഷിക്കില്ല, ആഗ്രഹിക്കില്ല. അമരത്വം വാന, ഒരിക്കലും മരണമില്ല എന്നുള്ള അവസ്ഥ പോലും അങ്ങില്ലാതെ ഞാൻ കാക്ഷിക്കില്ല. ലോകാനാം ഐശ്വര്യം കാമയേന, ത്രിലോകാധിപത്യം പോലും ഞാൻ കാമിക്കില്ല. അങ്ങ് വേണം എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ. വനവാസായ നിശ്ചിത സൗമിത്രേ, വനവാസത്തിനായി പോകണമെന്ന തീരുമാനമെടുത്ത സൗമിത്രി ലക്ഷ്മണൻ ഏവം ബ്രുവാണ, ഇപ്രകാരം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്ക് സൂചിപ്പിച്ചാണ് പറഞ്ഞത്, അങ്ങില്ലാതെ എനിക്കൊരു ജീവിതമേ ഇല്ല. രാമേണ ബഹുഭിഹി സാന്ത്വൈഹി, രാമനാൽ അനേക വിധത്തിൽ പല രീതിയില് സാന്ത്വനിപ്പിച്ച ശേഷം നിക്ഷിത്ത, തടുക്കപ്പെട്ടവനായി, നീ വരണ്ട എന്നുള്ള ഒരു രീതിയിൽ പുനഃ അബ്രവീത് പൂർവം ഭവതായേവ, ലക്ഷ്മണൻ പഴയ ഹിസ്റ്ററിയൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങി. പണ്ട് തന്നെ അങ്ങാൽ അഹം അനുജ്ഞാതസ്മി, എനിക്ക് പണ്ടേ തന്നെ അനുമതി നൽകിയിട്ടുണ്ട് വനവാസത്തിനായി. യത്, അതിനാൽ പുനഃ ഇദാനീം മേച്ച, വീണ്ടും ഇപ്പോൾ എനിക്കും ഇതം നിവാരണം കിം ക്രിയതേ, ഇപ്പോഴെന്തിനാണ് ഈ തടസ്സം അങ്ങ് കൽപ്പിക്കപ്പെടുന്നത്? ഗന്ധം യച്ഛതഃ മേ പ്രതിഷേധഃ, അങ്ങയുടെ കൂട്ടത്തിൽ വരുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട എന്റെ നിവാരണം അല്ലെങ്കിൽ എന്റെ തടസ്സത്തെ യഥർത്ഥം ക്രിയതേ, എന്ത് കാരണത്താലാണ് അങ്ങ് ചെയ്യുന്നത്? എന്തിനാണ് ഇപ്പോൾ പറയുന്നത് നീ എന്റെ കൂട്ടത്തിൽ വരണ്ട എന്ന്? മമ സംശയഃ, ഇത് കേട്ടപ്പോൾ മനസ്സ് കലുഷിതമായിരിക്കുന്നു. ഇനി ഞാൻ വല്ല തെറ്റും ചെയ്തോ? മമ സംശയഃ ഹി അനഘ, അതിനാൽ അല്ലയോ അനഘ, കളങ്കമില്ലാത്തവനെ, നേരത്തെ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റില്ല എന്നും പറയുന്നു. ആ കളങ്കമില്ലാത്ത അല്ലയോ രാമ, ഏതത് വിജ്ഞാതുമിച്ഛാമി, എനിക്കതൊന്ന് അറിയണമെന്ന് താല്പര്യം, അത് എന്നോട് പറഞ്ഞാലും. മഹാതേജ രാമ തഥ, മഹാതേജസ്വിയായ രാമൻ അപ്പോൾ അഗ്രതകാഗ്രതാഞ്ജലിം സ്ഥിതം, തൻ്റെ നേരെ മുമ്പില് കൈകൂപ്പി തൊഴുതുകൊണ്ട്, തൻ്റെ നേരെ മുമ്പില് കൈകൂപ്പി തൊഴുതുകൊണ്ട് നിന്നിരുന്ന പ്രാഗാമിനം യാചമാനം, തന്നോടുകൂടെ പുറപ്പെടുവാൻ അപേക്ഷിക്കുന്നവനായ യാചിക്കുന്നവനായ വീരം ലക്ഷ്മണം അബ്രവിത്, വീരനായ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പൊ ആദ്യം ലക്ഷ്മണനെ ഒന്ന് സൂചിപ്പിക്കണം. സ്നിഗ്ധഃ ധർമ്മരഥഃ വീരഃ സതതം സത്പദേ സ്ഥിതഃ
മേ പ്രാണഃ സമപ്രിയഃ ഭ്രാതാ പശ്യജ സഹാജയസി. എന്തൊക്കെ വിശേഷണങ്ങളാണ് രാമൻ ലക്ഷ്മണന് നൽകുന്നത്. സ്നിഗ്ധഃ, വളരെ പ്രിയപ്പെട്ടവൻ, അത്യന്തം പ്രിയപ്പെട്ടവൻ. ധർമ്മരഥഃ, ധർമ്മത്തിൽ താല്പര്യമുള്ളവൻ, വീരൻ. സതനും സത്പദേ സ്ഥിതഃ, എപ്പോഴും സന്മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്നവൻ. മേ പ്രാണസമഃ, എൻ്റെ പ്രാണന് തുല്യം. മറ്റേ ഭരതനും ശത്രുഘ്നോ അവര് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവർ. ഇത് പ്രാണൻ തന്നെ, തൻ്റെ ഡ്യൂപ്ലിക്കേഷനാണ് ലക്ഷ്മണൻ. ഭ്രാത, സഹോദരൻ. വശ്യ, എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവൻ. സഹാചേസി, സഖാവുമാണ് നീയ്. ഇത്രയും വിശേഷണങ്ങളാണ് ലക്ഷ്മണന് രാമൻ നൽകുന്നത്. എല്ലാവർക്കും ഈ വിശേഷണങ്ങൾ യോജിക്കുമോ? ശരിക്കും പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം അത് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതതുത്തമം. ഭക്തനാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ രഹസ്യം പറഞ്ഞു തരാം എന്നാണ് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്. എവിടെ? ഭഗവത്ഗീതയിൽ. പിന്നെയും പറയുന്നുണ്ട്, സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം അയാ പ്രമാദാത് പ്രണയേന വാപി. ഇതാണ് ആ ഒരു സ്റ്റാറ്റസാണ് ഇവിടെ രാമനും ലക്ഷ്മണനും തമ്മിലുള്ളത്. സൗമിത്രേ ഹേ ലക്ഷ്മണ മയ സഹ അദ്യ, എന്നോടുകൂടെ ഇപ്പോൾ വനം തൊയ് ഗച്ഛതി, നീ വനത്തിലേക്ക് വരികയാണെങ്കിൽ തത്, അത് കൗസല്യാം യശസ്വിനിയും സുമിത്രാംബ, കൗസല്യാമാതാവിനെയും നിന്റെ അമ്മ ആര് യശസ്വിനിയായ സുമിത്രയെയും കഹ ഭരിഷ്യതി, ആരാണ് സംരക്ഷിക്കുക, അല്ലെങ്കിൽ ആരാണ് അവരെ സമാധാനിപ്പിക്കുക? പ്രത്യേകിച്ചും ഇപ്പൊ സമാധാനിപ്പിക്കാൻ ദശരഥനാവില്ല. അദ്ദേഹം ആശാപാശ ശതൈർബദ്ധ എന്ന് പറഞ്ഞ മാതിരിയാണ്. കാമത്താൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് നിന്ന് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ വേണം, എങ്കിൽ മാത്രമേ മാതാക്കളെ, കൗസല്യ മാതാവിനെയും സുമിത്രാ മാതാവിനെയും വേണ്ട രീതിയിൽ സംരക്ഷിക്കാനാവൂ. യഹ പൃഥുവീം കാമൈഹി, അതിനൊരു കമ്പാരിസണോട് പറയാണ്, യാതൊരുവന് ഭൂമിക്ക് എല്ലാ ആഗ്രഹങ്ങളും നൽകുന്നു, അങ്ങനെ നൽകുന്ന അഭിവർഷതി പർജന്യൈവ, ആ ആഗ്രഹങ്ങളെല്ലാം വർഷിക്കുന്ന മേഘത്തെ പോലെ. മഹാതേജാ മഹീപതി, ആരാ? നമ്മുടെ ദശരഥ മഹാരാജാവ്. മഹാതേജസ്വിയായ ആ മഹാരാജാവ് കാമപാശ പര്യസ്ത, കാമപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ കൊണ്ട്. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണം. അശ്വപതി നൃപസ്യ സുതാസാഹി, അശ്വപതി രാജാവിന്റെ പുത്രിയായ ആ കൈകേയി ദേവിയാകട്ടെ ഇതം രാജ്യം പ്രാപ്യ സുഖീതാനാം, ഈ രാജ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ദുഃഖിതാനാം സപത്നീനാം, ദുഃഖിതയായ സപത്നിമാരെ ശോഭനം കരിഷ്യതീന, യാതൊരു നന്മയും ചെയ്യാൻ പോകുന്നില്ല. കൈകേയി ദേവി ഇവരെ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല, ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല, തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഭരതഃ രാജ്യം ആസാദ്യ, ഭരതൻ രാജ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ കൈകേയ്യാം പര്യവസ്ഥിതഃ, കൈകേയിയുടെ അധീനത്തിലായിരിക്കും ആര്? ഭരതൻ. സുദുഃഖിതാം കൗസല്യാം സുമിത്രാം ച, ദുഃഖിതയായിരിക്കുന്ന കൗസല്യാദേവിയെയും സുമിത്രാദേവിയെയും ഇവരെ രണ്ടുപേരെയും സ്മരിഷ്യതിന, ഓർക്കത്തില്ല, കാണത്തില്ല, തിരിഞ്ഞു നോക്കൂല, മൈൻഡ് ചെയ്യത്തില്ല. സൗമിത്രേ ഹേ ലക്ഷ്മണ ആര്യാം
താം കൗസല്യാം, പൂജാർഹയായ ആ കൗസല്യാദേവിയെ സ്വയം ഏവ രാജാ അനുഗ്രഹണേനവ, സ്വയമായിട്ടോ അല്ലെങ്കിൽ രാജാവിൻ്റെ സമ്മതത്തോടു കൂടിയോ. ഇപ്പം കൗസല്യാദേവിയെയും സുമിത്രാദേവിയെയും ലക്ഷ്മണൻ നോക്കണമെങ്കിൽ ചിലപ്പം മഹാരാജാവിൻ്റെ അനുവാദം വേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വയം ഏവ, ഒന്നില്ലേ തന്നെ താനെ, അതല്ലെങ്കിൽ രാജാ അനുഗ്രഹണേനവ, രാജാവിൻ്റെ അനുമതിയോടുകൂടെ. ഇഹപര, ഇവിടെ നീ അവരെല്ലാം സംരക്ഷിച്ചാലും അവരെ നോക്കിയാലും. ഉക്തം ഇമം അർത്ഥം ചര, ഇതാണ് എൻ്റെ ഉത്തരവ്. ഉക്തം പറയപ്പെട്ട ഈ കാര്യം ചെയ്താലും. ഏവഞ്ച, ഇപ്രകാരം ചെയ്താൽ തേ മയി ഭക്തി സുദർശിത ഭവിഷ്യതി, എൻ്റെ ആ ഭക്തി ഉണ്ടല്ലോ, എന്നിലുള്ള ഭക്തി, ആ ഭക്തി പ്രത്യക്ഷമായി ഭവിക്കും. അപ്പം ഞാൻ ശരിക്കും മനസ്സിലാക്കും, ലക്ഷ്മണ നിനക്ക് എന്നോട് ഭക്തിയുണ്ട് എന്ന്. അഭിജ, അത് മാത്രമല്ല, ധർമ്മജ്ഞ ഹേ ലക്ഷ്മണ, ഗുരുപൂജായാം അതുലഹ മഹാൻ ധർമ്മ, ഒരു പൂജയിൽ അതുല്യമായ മഹാധർമ്മം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഗുരുപൂജ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. അത് നീ ചെയ്തു കഴിഞ്ഞാൽ നീ മഹാധർമ്മം സാധിച്ചവനായി ഭവിക്കും. ഹേ ധർമ്മജ്ഞ എന്നാണ് പറയുന്നത്. രഘുനന്ദന സൗമിത്രേ മത്കൃതേയേവം കുരുഷ്വ, എനിക്ക് വേണ്ടിയിട്ട് നീ ഇപ്രകാരം ചെയ്താലും. അസ്മാഭിഹി വിപ്രഹീനായ നഹ മാതുഹു സുഖം ഭവേത്ന. അസ്മാഭിഹി, നമ്മളെ വിഗ്രഹീനായ, നമ്മളെ വിട്ടുപിരിയുന്ന നമ്മുടെ മാതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് സുഖം ഭവേത്ന, മനസമാധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നീ നിർബന്ധമായും അയോധ്യയിൽ തന്നെ താമസിച്ച് അവരെ എല്ലാം സംരക്ഷിച്ച് നിൽക്കുക. രാമന്റെ ഉപദേശം ലക്ഷ്മണൻ സ്വീകരിക്കുമോ? ലക്ഷ്മണന് വ്യക്തിത്വമുള്ളവനാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് നിഷേധിക്കും. എല്ലാ കാര്യത്തിലും സ്വന്തം അഭിപ്രായമുള്ള ലക്ഷ്മണൻ, വനവാസത്തിന് പ്രത്യേകിച്ച് പോകുവാൻ നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്മണൻ തീർച്ചയായും രാമന്റെ ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കുവാനാണ് സാധ്യത കൂടുതൽ. ദൈവനിശ്ചയം എന്ന് പറഞ്ഞ് രാമൻ പറഞ്ഞതിനോട് ലക്ഷ്മണൻ ഒട്ടും തന്നെ യോജിച്ചില്ല. തന്റെ വനവാസം എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണെന്ന് രാമൻ ശക്തിയായി വാദിച്ചെങ്കിലും ലക്ഷ്മണൻ അത് സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല തന്നെയല്ല, രാമൻ അതിനെതിരായിട്ട് ഒരക്ഷരം പോലും ഉരിയാടിയിട്ടുമില്ല. ശേഷം 172 ഭാഗത്തിൽ കാണാം. അവിടെ ലക്ഷ്മണൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. എല്ലാവരുടെയും 172 ഭാഗത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. തൽക്കാലം നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.